സ്പെസിഫിക്കായി ഷോ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാമായിരുന്നു മനസ്സിൽ? തമാശയുടെ സ്വഭാവം മാറി ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കൗണ്ടർ ആവണമെന്നായിരുന്നോ? ഇപ്പോൾ നിലവിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മുതലായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു ആ ഷോ ഡിസൈൻ? ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തമാശക്കകത്ത് ഒരു തരത്തിലും അപ്രൂവ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. റിയാലിറ്റി ഷോയിലും സിനിമയിലും ഒന്നിലും. ഓക്കെ. അല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സാധനം കുറേ വിട്ടുകൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു, ശ്രുതി എന്ന് പറഞ്ഞിട്ട്. ശ്രുതി അത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ പാളിപ്പോകും, കാരണം നമ്മളുടെ ജഡ്ജ്മെൻ്റ് ഒന്നും എപ്പോഴും എല്ലാ സമയത്തും എല്ലാ മനുഷ്യരും ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യില്ലല്ലോ. കാരണം അപ്പോൾ പിന്നെ മനുഷ്യനും പിന്നെ റോബോട്ടും തമ്മിൽ വ്യത്യാസമില്ലാതെ വരും, അവർ തന്നെ. പക്ഷെ ഞാൻ ഈ തമാശകൾക്കകത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാന്താര എന്നുള്ള സിനിമ സംഭവം കണ്ടതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഒരു സ്ത്രീയുടെ പല്ലും ഒരു പോത്തിൻ്റെ രൂപവും വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ചിരി ഉണ്ടാക്കിയ ഒരു തമാശയുണ്ട്. അത് മഞ്ജു പത്രോസിനെ പോലുള്ള ചില നടിമാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊരു ബോഡി ഷേമിങ് തമാശയാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു കലാരൂപത്തിൽ പരിണാമം വന്നിട്ടുള്ള നമ്മൾ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള സമൂഹത്തിൽ പ്ലേസ് ചെയ്യുക? നമ്മൾ ഫിക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്നുള്ളതാണ്. ഫിക്ഷനെയും ഈ തമാശകളെയും ഒക്കെ. തമാശ എന്ന് പറയുന്നത് നമ്മൾ ഒരാളിരിക്കുമ്പോൾ അയാളെ അവമതിക്കുന്ന തരത്തിൽ ഒരു സംഭവം പറയുമ്പോഴാണ് അവിടെ വേദന എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പാരലൽ വേൾഡിൽ വലിയ വിഷയങ്ങളായിട്ടുള്ള സംഭവമാണ്. ഈ മനുഷ്യരെല്ലാം അവരുടെ തമാശ പറയലും സാധനവും ഒക്കെ എന്ന് പറയുന്നത് അവരുടെ പശ്ചാത്തലങ്ങളിൽ നിന്നിട്ടുള്ള തമാശകളാണ്, മനസ്സിലായത്. അല്ലാതെ ഈ ഉപരിവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര പിന്നെ സോഷ്യലി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ചോദിക്കും, ആ ബാക്കിയുള്ളവരും കൂടെ റിഫോംഡ് ആക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതല്ലേ എന്നുള്ളത്, ഉത്തരവാദിത്വമല്ലേ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമാശകളുടെ ചരിത്രം എടുത്തു നോക്കണം. ഇപ്പം ലോറൽ ആൻഡ് ഹാർഡിക്കകത്ത് ലോറൽ ആൻഡ് ഹാർഡി ഒരു തടിയനും ഒരു മെലിഞ്ഞാളും. ചാർലി ചാപ്ലിൻ കാണിച്ചിട്ടുള്ളത് ബോഡി ഷേമിങ് അല്ലേ? നമ്മളുടെ തമാശകളെല്ലാം ഇത്തരത്തിലുള്ള തമാശകൾ തന്നെയാണ് മനുഷ്യനകത്ത്. ഇപ്പോൾ ഒരു കള്ളൂടിയൻ കഥാപാത്രം, ഈ കള്ളൂടിയൻ കഥാപാത്രം ഒരു സാധനം ചെയ്തിട്ട് തെന്നി അടിച്ച് ഓടയിൽ വീഴുന്നു. അപ്പം അയാളുടെ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവർ ചിരിക്കുന്നു. ഇങ്ങനെ സാധനം കള്ളുടിക്കുന്നവരെല്ലാം കൂടെ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹാസ്യം എന്ന് പറയുന്നതൊരു സംവിധാനമേ നടക്കില്ല. ഇനി നമ്മളുടെ ക്ലാസിക് കലാരൂപങ്ങൾ നോക്കുക. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ എന്താ ചെയ്തിട്ടുള്ളത്? കുഞ്ചൻ നമ്പ്യാർ ഓട്ടം തുള്ളിനകത്ത് ചെയ്തുള്ളൂ. ഇപ്പം ചാക്യാർ എന്താ ചെയ്യുന്നത്? ചാക്യാർ ഇരിക്കുന്ന ആളിനെ കളിയാക്കലാണ്. അവിടെ ഒരു തടിയിൽ ഇരിക്കണു, ഇങ്ങനെ കുമ്പയും വെച്ച് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേ നോ ദാറ്റ്സ് ബോഡി ഷേമിങ്, കറക്റ്റ് ഇടാൻ പറ, നോക്കടാ നീ എന്നെ മറിയെ കിടക്കുന്നു, മാറി കിടക്കടാ ഷട എന്നൊക്കെ പറയുന്ന അല്ലെ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബോഡി ഷേമിങ് ആണ്. കാരണം നമ്മളിപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നുണ്ടല്ലോ വേറെ ലെവലിലേക്ക് പോയേ. അത് പറയാൻ വേണ്ടിയുള്ള ഉപരിവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയെ മുഴുവൻ നമ്മൾ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളാകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മനുഷ്യരിങ്ങനെ വന്ന് നിന്നിട്ട് വാദിക്കുകയാണ്. ഇതിലെ കഷ്ടകാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പാരലൽ വേൾഡിനകത്ത് ഇവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഈ അപ്പർ ഹാൻഡ് വെച്ചിട്ട് ഇവർ ഒരാളെ അങ്ങ് ബ്രാൻഡ് ചെയ്ത് കളയും പെട്ടെന്ന്, മനസ്സിലായോ? ആ ബ്രാൻഡിങ്ങിനകത്ത് പിന്നെ ആ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ പാനിക്കായി പോകും. ഓക്കെ, ഞാൻ അത്തരത്തിലുള്ള ബോഡി ഷേമിങ് സാധനം, റിലീജിയൻ ഈ സാധനം ഒന്നും എടുക്കില്ല. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് പിന്നെ തിരുവനന്തപുരം ലാംഗ്വേജിനകത്ത് ആളുകളെ കളിയാക്കി ഇരട്ടപ്പേരിടും. തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഇരട്ടപ്പേരിടും. ഇപ്പം നമ്മുടെ കൂട്ടത്തിനകത്ത് കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന ആളുകൾ മലയാളത്തിനകത്ത് കോങ്കണ്ണൻ എന്ന് പറയും. ഈ കോങ്കണ്ണൻ എന്ന് തിരുവനന്തപുരത്ത് പറയത്തില്ല,
ചുക്കറക്കണ്ണൻ എന്ന് പറയും. എന്നിട്ട് ആ കണ്ണുള്ളവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ചുക്കറൻ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവന് ഭയങ്കര വിഷമമാണെന്ന്. നമ്മൾ അവനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ നമ്മളെ വിളിക്കുകയാണ്. ഹലോ അണ്ണാ സുനിൽ. സുനിലടാ അണ്ണാ ചൊക്കറൻ. ഹി ഐഡൻറ്റിഫൈ ഹിംസെൽഫ്. കാര്യം നമ്മൾ ഈ പറഞ്ഞ ഈ ബോഡി ഷേമിങ് സാധനം തന്നെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് വരണമെന്നുള്ളതാണ്. മനസ്സിലായേ? അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സ്ഥിരമായിട്ട് പറയുന്ന സാധനമാണ്. ഞാൻ അങ്ങനെ കാഴ്ചയിൽ ഭയങ്കര ആകാര സൗകുമാരി എന്നുള്ളൊരു ആളൊന്നുമല്ല. എന്നെ കാണാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായേ? പെണ്ണുമ്പിള്ള കേൾക്കരുത്. പെണ്ണുമ്പിള്ള പറയും ഭയങ്കര സുന്ദരനെന്ന് പറയും. പെണ്ണുമ്പിള്ളേ പറയുള്ളൂ, നാട്ടുകാർ പറയില്ല. മനസ്സിലായേ? ജാതീയമായും മതപരമായും എൻ്റെ കോലം വെച്ചും ഒക്കെ ഒരുപാട് സാധനം കേട്ടുള്ളൂ. പക്ഷെ ഐ ഡോണ്ട് ഗിവ് എ ഡാം. എന്താണ് ഈ ബോഡി ഷെയ്മിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി സോഫ്റ്റ് ആയിരുന്നു. മനസ്സിലായേ? മനുഷ്യർ ഒരുപാട് സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റാണ് നമ്മൾ. സഹാനുഭൂതിയും കരുണയും ദയയും ഒക്കെയുള്ള മനുഷ്യരായിരിക്കണം. പക്ഷെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് തകർന്നടിഞ്ഞു പോകാനുള്ള ആളുകളായിരിക്കുകയേ ചെയ്യരുത്. ആണ് ആടെ കാണാൻ കൊള്ളില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി നടത്തി മുമ്പോട്ട് പോയിക്കോണം. അത്രേ ഉള്ളൂ. ആണ് എന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വരുന്ന സാധനം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഐ ഡോണ്ട് ഗിവ് എ ഡാം. ഞാൻ ആലോചിക്കുന്നത് എവിടെയോ ഏതോ ഒരാൾ പിന്നെ 100 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ട് പിന്നെ ഇരുന്ന് എന്നെ കണ്ടപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലാണ്. എൻ്റെ കോല ഇങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എതിരെ നിൽക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒന്ന്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം അതിനെ ഭയക്കുന്നില്ല, കമൻസിനെ ഭയക്കുന്നില്ലെങ്കിൽ 6 വർഷം മുമ്പ് എന്തിനാണ് സാബുമോൻ പ്രത്യേക സാഹചര്യത്തിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ്? പ്രത്യേക സാഹചര്യമൊന്നുമില്ല. എൻ്റെ കൂടെയുള്ള മനുഷ്യരെല്ലാം കൂടെ പറഞ്ഞു. ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഹൃദയം കൊണ്ടെടുത്ത് നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ പറഞ്ഞ് എൻ്റെ പൊന്നെണ്ണ നിങ്ങൾ ഇനി ഇതാണ്ട് ഈ സാധനത്തിനകത്തോട്ട് ചെല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പാസ്വേഡെല്ലാം കൊണ്ട് എടുത്ത് എന്ന് പറഞ്ഞ് പാസ്വേഡെല്ലാം വാങ്ങിച്ച് അവർ കൊണ്ടുപോയത്. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, എൻ്റെ കയ്യിൽ പാസ്വേഡ് ഇല്ല, എനിക്ക് പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ദുബായിലിരിക്കുന്ന ഒരു പയ്യനാണ്. അതിലെന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവൻ എടുത്തു വെച്ച് ഇടും. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട്, അതിൽ പൂച്ച വെറ്റി കിടക്കുകയാണ്. അതിനകത്ത് ഞാനില്ല. ആ കാർത്തിക് സൂര്യ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 700 ചിട്ടം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആ കാർത്തിക് സൂര്യ എടുത്ത് വെച്ച് പോസ്റ്റ് ഇട്ട് അവൻ്റെ അക്കൗണ്ടിൽ ക്ലബ് ചെയ്ത പേരുണ്ട് 10-15,000 പേര് ഇപ്പം അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്തൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിടുകയോ എൻ്റെ പേഴ്സണൽ മൊമെന്റ്സ് ഷെയർ ചെയ്യുകയൊന്നും ചെയ്യുന്ന ഒരാളല്ല. കാരണം ഞാൻ എന്നെ സ്വയം വിൽക്കില്ല, എൻ്റെ ലൈഫ് ഞാൻ വിൽക്കത്തില്ല. ഈ ലൈഫ് വേറൊരു തലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ആളുകളും എൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് ആ ലൈഫ് ഭയങ്കര രസമാണ്. ഈ ലൈഫിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പറയും, ഞാൻ കുറെ കാര്യമൊക്കെ പറയുന്നത്. അത് അവർ ബ്ലോക്ക് ചെയ്തോളൂ. അത് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എന്തുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയത്? ഡീആക്ടിവേറ്റഡ് അല്ല, അതുണ്ട്. ആ പാസ്വേഡ് എവിടെയോ ഉണ്ട്. ഓക്കെ. എന്താ ഇതിനകത്തൊരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ? ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. ഭയങ്കര നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അക്കൗണ്ടാണ് ഇപ്പം എൻ്റെ ഫോണിനകത്തുള്ളത്. അവൻ പിന്നെ ഈ പഞ്ചായത്തിൽ ഇല്ലാത്തൊരു കക്ഷിയാണ്. പക്ഷെ അവന് അക്കൗണ്ടുണ്ട്. അപ്പം എൻ്റെ ഫോണുകളെല്ലാം അവനാണ് തരുന്നത്. അപ്പോൾ അവൻ ഇതങ്ങ് വാങ്ങിക്കും ഈ വരുമ്പം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് എൻ്റെയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ അക്കൗണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോയില്ല. എന്താണ് നടക്കുന്നതെന്ന് ഇടയ്ക്ക് പോയി നോക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ലോകമാണ്. ഇത്രയും നെഗറ്റിവിറ്റി മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ചിലപ്പം അവരുടെ തൊഴിലിടത്തിലെ ഫ്രസ്ട്രേഷനും സാധനവും ഒക്കെ ആരുടെയെങ്കിലും നെഞ്ചത്ത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്